ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 6ാം ക്ലാസ്സുകാരുടെ അടിസ്ഥാന പാഠാവലിയിലെ പുഞ്ചകൊയ്തെ കളംനിറഞ്ഞ് എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുഞ്ചകൊയ്തെ കളംനിറഞ്ഞ് ഒന്നാമത് പറഞ്ഞ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് ഈണത്തിൽ ചൊല്ലാനാണ്. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. എനിക്ക് അത്ര വലിയ ഈണമൊന്നും അറിയില്ല, എന്നാലൊന്ന് ചൊല്ലാം. പുഞ്ചകൊയ്തെ കളംനിറഞ്ഞ്. തിന്തിനിന്തോ താനിനാനോ തിന്തിനിന്തോ താനിനാനോ പുഞ്ചകണ്ഠം നിരന്നു പെണ്ണെ വഞ്ചി വന്നാ കൊയ്തെടുക്കാം. ആറ്റുവഞ്ചി നീറ്റുവഞ്ചി ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി ചന്തമുള്ള ചെരുപ്പൻ വഞ്ചി എൻ്റെ വഞ്ചി ഇരട്ട വഞ്ചി. പുഞ്ചയിലെ വിത്തെറിഞ്ഞേ കള പറിച്ചേ കിള കിളച്ചേ കിള കഴിഞ്ഞേ വളമിറങ്ങേ വിത്തെറിഞ്ഞേ കള പറിച്ചേ. കതിരു വന്നേ കനവു വന്നേ നിരനിരന്നേ കതിരു വന്നേ കതിരു വന്നേ പയു പയുത്തേ കൊയ്തെടുത്തേ മെതി കഴിഞ്ഞേ. പൊലിയളന്നേ പറനിരന്നേ പൊലിമ വന്നേ പുലരി വന്നേ കിളികളെല്ലാം പറന്നേ തളിരണിഞ്ഞേ മനം കുളിത്തേ. പുഞ്ചകണ്ഠം പുലരിക്കണ്ഠം ചന്തമുള്ള പരിപ്പൻ കണ്ഠം പുഞ്ച കൊയ്തേ കരയ്ക്കടുത്തേ കളംനിറഞ്ഞേ കതിരുകൊണ്ടേ. അപ്പോൾ ഇതൊരു നാടൻ പാട്ടാണ്. അപ്പോൾ ഇത് ശരിക്ക് ചൊല്ലി വരുമ്പോൾ ആ ഫ്രണ്ടിലത്തെ ഒരു വായ്ത്താരി ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയ നന്നായിരിക്കും ഉണ്ടാ. തിന്തിനിന്തോ താനിനാനോ തിന്തിനിന്തോ താനിനാനോ എന്നുള്ളത് ഇടയ്ക്ക് ചൊല്ലിയ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഈണത്തിലൊന്ന് ഒരു ഈണം ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ചൊല്ലുമ്പോൾ ജസ്റ്റ് ഇത് ഇടയിലൊന്ന് ചൊല്ലിയാൽ നമുക്ക് ആ ഈണം കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തൊരു രണ്ട് പ്രവർത്തനങ്ങളും കൂടി ഉണ്ട്. അതിലൊന്നാണിത്, വായ്ത്താരികൾ കണ്ടെത്താം. ഇപ്പം നമ്മൾ ഈ കവിതയിൽ കണ്ടില്ലേ, ഫ്രണ്ടിൽ തന്നെ തിന്തിനിന്തോ താനിനാനോ തിന്തിനിന്തോ താനിനാനോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ ഓരോ പാട്ടുകൾക്ക് ചൊല്ലാനായിട്ട് ഈണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വായ്ത്താരികൾ കണ്ടെത്തി സംഘമായി ആലപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് താതിനന്തോം തിനന്തിനം താരോ, അതുപോലെ ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ ഇതൊക്കെ തരികിട തിമൃത, ഇതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. പിന്നെ താന തന തന താന തന തന താന തന തന തന്തിന്നാരോ, അങ്ങനെയൊക്കെ ഇനിയുണ്ട് ഒരുപാട്. അപ്പോൾ ഇത് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് തെയ് 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 തകതേ തെയ്യം താര എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഓരോ നാടൻ പാട്ടുകളുടെ ഇടയിൽ തന്നെ ഈണത്തിനായിട്ട് ചൊല്ലുന്നതാണ്. അതുപോലെ തന്നെ അത്ത തിത്ത തെന്തിന്നാന തിത്തത്ത തിത്തൈ തൈ തൈ ഇങ്ങനെയുള്ളതൊക്കെ വായ്ത്താരികളായിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് അത്തിന്തോ തോം താര തിന്തിന്തോം തോം താര എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് വിവിധ വായ്ത്താരികളാണ്. അപ്പോൾ ഇത് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇനി നാടൻ പാട്ടുകൾ ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഇപ്പം നമുക്കറിയാമല്ലോ, ചാലക്കുടിയിൽ കലാഭവൻ മണിയുടെ ഒരുവിധം കുറേ നാടൻ പാട്ടുകൾ കുട്ടികൾക്കൊക്കെ അറിയുന്നതാണ്. കലാഭവൻ മണി പാടിയിട്ടുള്ള ഒട്ടുമിക്കതും നാടൻ പാട്ടുകൾ തന്നെയാണ്. പിന്നെ ഭക്തിഗാനങ്ങൾ പോലത്തെയുള്ള പാടിയിട്ടുണ്ട്, എന്നാലും കൂടുതലും എന്താ പറയുക നാടൻ പാട്ടുകളാണ്. അതെല്ലാ കുട്ടികൾ പോലും എന്താ പറയുക പാടിക്കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലിറിക്സ് വീതം ശേഖരിച്ചാൽ മതി. അത് പലർക്കും എന്താ പറയുക കാണാണ്ട് തന്നെ അറിയുന്നതാണ്. ഞാൻ ഒന്ന് രണ്ട് നാടൻ പാട്ടപ്പോൾ ശേഖരിച്ചിട്ടുള്ളത് ഇതാണൊന്ന്, കുട്ടനാടൻ പുഞ്ചയിലെ തെയ് തെയ് തക തെയ് തെയ്തോം കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താതി തെയ് തെയ് കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തിത്തൈ തകതേ. പിന്നെ അത് എഴുതിയാൽ മതി കേട്ടോ. ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെയാണ് നമ്മൾ ഈ വായ്ത്താരി എന്ന് പറയുന്നത്, ആ തിത്തൈ തിത്തൈ. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് അതിനങ്ങനെ എന്തുണ്ടായിരിക്കില്ല. ഈ വായ്ത്താരികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടായിരിക്കില്ല. അതേസമയം ഇങ്ങനെയുള്ള നാടൻ പാട്ടുകൾക്കൊക്കെ ഈണം നൽകാനായിട്ട് ഇടയിൽ വരുന്നതാണ്, യൂസ് ചെയ്യുന്നതാണ് എന്ത് വായ്ത്താരികൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഒരു നാടൻ പാട്ട്, മാരിമഴകൾ ചൊരിഞ്ച് ചെറുവയലുകളൊക്കെ നനഞ്ച് പുട്ടിയൊരുക്കി പറഞ്ച് ചെറുഞാറുകൾ കെട്ടിയെറിഞ്ച് ഓമല ചെന്തില മാല ചെറു കണ്ണമ്മ കാളിക്കുറുമ്പി ചാതപ്പടയന്മാരായ ചെറുമച്ചികൾ എല്ലാവരും വന്നിരുന്നവർ നിന്തേ കെട്ടിഞ്ഞാരെല്ലാം കെട്ടി പകുത്തേ. അപ്പോൾ ഇതും വേണമെങ്കിൽ മുഴുവനും എഴുതാവുന്നതാണ് കേട്ടോ. ഇനി നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ്, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. അപ്പോൾ ഇതും നാടൻ പാട്ടിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. ഇതുപോലെ
ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന പാട്ട് തന്നെയാണ് ചൊല്ലാനൊക്കെ. അത് ഇനിയും ഇങ്ങനെയുള്ള കൂടുതലും കലാഭവൻ മണിയിലേക്ക് ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് അതൊരു പതിപ്പാക്കി വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വായ്ത്താരികളും ഒരുപാട് കളക്ട് ചെയ്യുന്ന അതുപോലെയുള്ളത് എക്സാമ്പിൾ കാണിച്ചിട്ടുള്ള പോലെയുള്ളത്. അതുപോലെ നാടൻ പാട്ട് എന്തായാലും ഒട്ടുമിക്ക നാടൻ പാട്ടുകളുടെ തന്നെ ബുക്സ് ഒരുപാട് കിട്ടാറുണ്ട്. നമുക്ക് ചെറിയ 100 പേജിൻ്റെയൊക്കെ പോലത്തെ ബുക്കുകൾ നാടൻ പാട്ടുകളുടെ ഒരു കളക്ഷൻ്റെ ബുക്കുകളുണ്ട്. പിന്നെ കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളുടെ ബുക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നാടൻ പാട്ടുകളുടെ ബുക്കുകൾ തന്നെ ഒരുപാടുണ്ട്. അല്ലാണ്ടും ഇപ്പോൾ പല കുട്ടികൾക്കും തന്നെ ഇങ്ങനെ നാടൻ പാട്ടുകളൊക്കെ ചൊല്ലാൻ നടക്കുന്ന കുറേ കുട്ടികൾ അവർക്കൊക്കെ കാണാതെ അറിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ പാട്ടുകൾ കളക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതൊരു സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതി അതൊരു പതിപ്പാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പതിപ്പ് പോലെ അല്ലെങ്കിൽ കുറച്ച് പേപ്പർ A4 ഷീറ്റുകളിൽ എഴുതിയിട്ട് നാടൻ പാട്ടുകൾ എന്നുള്ളൊരു മെയിൻ പേജിൽ എഴുതിയിട്ട് അങ്ങനെ അതെല്ലാം കൂടി സ്റ്റാപ്ലർ ചെയ്ത് വെച്ചാലും മതിയാകും. അതുപോലെ വായ്ത്താരികളും അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഈ പാഠഭാഗം നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ ചൊല്ലുക. അതൊരു 5-6 വട്ടം ചൊല്ലിയാലാണ് നമുക്ക് നാടൻ പാട്ടിൻ്റെ ആ ഈണമൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഓക്കെ, താങ്ക് യു.